ഈ അഭിലാഷ് ടോമി, ഇപ്പോൾ താങ്കൾ അഭിലാഷ് ടോമിയെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ്. അതിൽ രണ്ടാമതെത്തി. അങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനമായ ആളാണ്. അതിനിടയിലുണ്ടായ അപകടങ്ങൾ, അതിനിടയിലുണ്ടായ പരിക്ക്, ആ പരിക്കിനെ തുടർന്ന് വിശ്രമം ഒക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അഭിലാഷ് ടോമി, താങ്കൾ നേരിട്ട ഒരു അനുഭവത്തോട് സമാനതകൾ എന്തായാലും ഇതിനില്ല. ഇതൊരു കാർഗോ ഷിപ്പാണ്. അത് മുങ്ങുമ്പോഴേക്കും രക്ഷപ്പെടുത്താൻ നമ്മുടെ കോസ്റ്റ് ഗാർഡും നമ്മുടെ നാവികസേനയൊക്കെ സജ്ജമായിട്ടുണ്ട്. പക്ഷേ ആ കപ്പൽ ആകപ്പാടെ മുങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോഴുള്ള പ്രശ്നം ഈ എണ്ണ പടർന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. താങ്കളുടെ കടലനുഭവത്തിൽ താങ്കൾ ഈ സംഭവത്തെ നോക്കുന്നത് എങ്ങനെയാണ് ശ്രീ അഭിലാഷ് ടോമി? ഒന്നാമത് ഈ ആക്സിഡന്റ് നടക്കുന്നത് കരയ്ക്ക് തൊട്ടടുത്ത് ഏകദേശം ഒരു 40 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 80 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. ഐ തിങ്ക് ദാറ്റ് വാസ് ലക്കി തിങ്. അത് കാരണമാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഇത്രയും പെട്ടെന്ന് എത്തി എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയത്. പക്ഷേ ഇതിന്റെ ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ ഓയിൽ സ്പില്ല് ഈ സ്പില്ല് ചെയ്ത ഓയിലെല്ലാം പെട്ടെന്ന് കരയ്ക്കോട്ടെത്തും. കാരണം വെച്ചാൽ ഈ സമയത്ത് അവിടുത്തെ കാറ്റും തിരയെല്ലാം മോൺസൂൺ വിൻഡ്സ് കാരണം കേരളത്തിന്റെ കോസ്റ്റിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു it's a bit the situation is quite bad right now. I think everything is going to spread very quickly towards the coast. ശ്രീ അഭിലാഷ് ടോമി, ഇവിടെ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കേന്ദ്രമാകുന്ന കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒക്കെ ആസ്ഥാനം കൊച്ചി ആയതുകൊണ്ടൊക്കെയാണ്. യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളിയിൽ നിന്നും 20 കിലോമീറ്റർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നോട്ടിക്കൽ മൈലല്ല, കിലോമീറ്റർ നോക്കിയാലും 20 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം അപകടകരമായ പ്രോക്സിമിറ്റിയാണ് ആ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് ശ്രീ അഭിലാഷ് ടോമി? 20 കിലോമീറ്റർ അധികം ദൂരമൊന്നുമില്ല. ഈ കാറ്റിന്റെയും തിരയുടെ ഒക്കെ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരയ്ക്ക് അടുത്തെത്താനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ കരയ്ക്ക് അടുത്തെത്തുന്നതിന് മുമ്പ് അത് ഡിസ്പേറ്റ് ആകത്തില്ല. എന്ന് വെച്ചാൽ സാധാരണ ഈ ഓയിലെല്ലാം സിങ്ക് ചെയ്ത് താഴോട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഇത്ര അടുത്തായത് കാരണം അങ്ങനെയും പെട്ടെന്ന് ഓയിൽ ക്ലിയർ ആകുമെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ എം എസ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് യഥാർത്ഥത്തിൽ ശ്രീ അഭിലാഷ് ടോമി ഇതിലെന്താണ് എന്ന കാര്യം പറയേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ നേരത്തെ സാധാരണഗതിയിൽ ഇവരുടെ കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കമ്പനി അവരുടെ ഒരു പ്രസ്താവന, അവരുടെ വെബ്സൈറ്റിൽ ഒരു പ്രസ്താവന, ഇത് ഇൻ്റർനാഷണൽ കമ്പനിയാണ്, ഒരു പ്രസ്താവന രൂപത്തിൽ അവരുടെ കപ്പലിന് എന്ത് സംഭവിച്ചു, അവരുടെ സെയിലർമാർ എന്ത് സംഭവിച്ചു, ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ കപ്പലിൻ്റെ അവസ്ഥ എന്താണ്, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നേർക്കുനേർ പറയില്ലെങ്കിൽ കൂടിയും ഈ കണ്ടെയ്നറിലെ കപ്പലിലെ കാര്യങ്ങൾ, സാധനങ്ങൾ എന്താണ് എന്നവർ പറയാറുണ്ട്. ഇതിപ്പോൾ ഇത്രയും സമയമായിട്ടും ഈ കമ്പനി പറയുന്നില്ല. അത് കാരണം ഇതെന്താണ് എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും യഥാർത്ഥത്തിൽ സ്ഥിരീകരിച്ച് പറയാനും പറ്റുന്നില്ല. അഭിലാഷ് ടോമി, MSC എനിക്ക് തോന്നുന്നത്, ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ്, ഇത് സ്വിറ്റ്സർലൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇറ്റ്സ് എ വെരി വെൽ ഫൗണ്ടഡ് കമ്പനി. പക്ഷേ എനിക്കൊന്ന് ലാസ്റ്റ് വീക്കോ അതിന്റെ ഒരാഴ്ച മുമ്പ് ഈ കമ്പനിയുടെ വേറൊരു ഷിപ്പിനൊരു ഗ്രൗണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. അതും GPS സ്പൂഫിംഗ് കാരണമാണെന്നാണ് പറയുന്നത്. പക്ഷെ വേറൊരു ഷിപ്പും ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ചിലപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുമായിട്ട് ഇപ്പം ഡീൽ ചെയ്തായിരിക്കും. അത് കാരണമായിരിക്കും ഈ ആക്സിഡന്റിന്റെ അധികം ഡീറ്റെയിൽസ് അവർ വെബ്സൈറ്റിൽ ഇത്രയും പെട്ടെന്ന് ഇടാഞ്ഞത്. ശ്രീ അഭിലാഷ്, ഇപ്പം നമുക്ക് വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ പോലും നമുക്കിപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്ന അത്രയും പോലും കോമൺ അല്ല ഇത്തരത്തിൽ കപ്പലുകൾ പൂർണ്ണാർത്ഥത്തിൽ മുങ്ങിപ്പോവുക എന്ന് പറയുന്നത്. മാത്രമല്ല കണ്ടെയ്നറുകൾ വീഴുകയും എണ്ണ ലീക്കേജ് എന്ന് പറയുന്നതും സാധാരണമല്ല. ഇതിപ്പോൾ പറയപ്പെടുന്നത് ഇപ്പം അന്വേഷണം ഉണ്ടാവണം. ഈ പറയുന്ന നമ്മുടെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ പോലെ എന്തോ റെക്കോർഡർ ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും. അഭിലാഷ് പറയുന്നത് ഏതോ ഒരു ചുഴിയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കേരള തീരത്ത് കരയിൽ ഈ പറഞ്ഞ കാലാവസ്ഥ എക്സ്ട്രീംസ് പലതും നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയില്ല ഇനി കടലിൽ പുതിയ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടോ എന്ന കാര്യമൊക്കെ അത് എപ്പോഴാണ് അറിയാൻ കഴിയുക ശ്രീ അഭിലാഷ് ടോമി? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വെതർ റിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇപ്പം ഏറ്റവും വേഴ്സ്റ്റ് വെതർ നമ്മൾ ഈ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന്റെ മോൺസൂൺ എന്നാ പറയുന്നത്. മോൺസൂണിനകത്ത് കൂടി വന്ന ഒരു 20-25 നോട്ട് വിൻഡ് സ്പീഡ്, ഒരു 3-4 മീറ്റർ ഉയരത്തിൽ തിര വരും. പക്ഷെ നമ്മൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ കുറച്ചുകൂടെ സൗത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എല്ലാ ആഴ്ചയും ഒരു 40-50 നോട്ടിന്റെ ഒരു സിസ്റ്റം നമുക്ക് 100% കിട്ടും. അപ്പൊ ഈ ഷിപ്പ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതിൽ കുറെ കൂടെ സിവിയർ ആയിട്ടുള്ള വെതർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കേരളത്തിന്റെ കോസ്റ്റിന് അടുത്ത് നടന്ന ഈ ആക്സിഡന്റ് അത് ഒരു വെതർ റിലേറ്റഡ് ഇൻസിഡന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. യെസ്, ഞാൻ അങ്ങനെ എത്താം. ശ്രീ